എ പത്മകുമാറും എൻ വാസുവും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുമെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നു. അല്പസമയത്തിനകം എൻ വാസുവിനെയും അവിടേക്ക് എത്തിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് SIT എത്തിയെന്നല്ലേ ഈ ഘട്ടത്തെ കാണേണ്ടത്? അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇതിൽ പോറ്റി എന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഒരു ചെറിയ മീനാണ്. അതിനപ്പുറത്തേക്ക് വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം. അങ്ങനെയുള്ള വമ്പൻ സ്രാവുകളിലേക്കാണ് ഇപ്പോൾ SIT എത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യം വാസുവിനെ അവർ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും ചെയ്യുന്നത്. വാസുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്ന അതേ ദിവസമാണ് ഈ എ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കെ അതേ സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്, പത്മകുമാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇതിൽ പത്മകുമാറിനെയാണ് ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യേണ്ടത്. പത്മകുമാറിനെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യുകയും വാസുവിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇതിൽ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മൊഴികളിൽ വ്യത്യാസമുണ്ടോ എന്നതാണ് SIT എപ്പോഴും പരിശോധിക്കുക. കാരണം SITയെ സംബന്ധിച്ച് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിൽ സ്വാഭാവികമായും എൻ വാസുവും ഒപ്പം എ പത്മകുമാറും പറഞ്ഞതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൽ ഈ ഘട്ടത്തിൽ എൻ വാസുവും പത്മകുമാറും ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അതിൽ വമ്പൻ സ്രാവുകളാണ് ഇങ്ങനെ ചോദ്യമുനയിലേക്ക് വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യമുനയിലേക്ക് വരുന്നത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നിന്ന ആളുകളാണ്. അത് വമ്പൻ സ്രാവുകളാണ് എന്ന ഒരു കാര്യമാണ് ഇതിലൂടെ പുറത്തു വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ ധ്വനി എന്നത് അങ്ങനെയാണ്. സ്വാഭാവികമായും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് എ പത്മകുമാറിൻ്റെത്. എ പത്മകുമാറിന്റെ അറസ്റ്റ് ഒരു പക്ഷേ ഇന്ന് ഉണ്ടായേക്കുമോ ഇല്ലയോ എന്നത് SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിലും പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് പത്മകുമാർ എന്തൊക്കെ മൊഴി നൽകുന്നോ അക്കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും SIT അടുത്ത ഘട്ടത്തിലേക്ക് എത്തുക. ചോദ്യം ചെയ്യൽ രാഷ്ട്രീയമായും നിർണായകമാണ് CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത്, പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണ്ണക്കളയിൽ നിർണായകമായ നീക്കത്തിലേക്ക് SIT നീങ്ങുമ്പോൾ അത് CPM-നെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു? TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ പത്മകുമാർ CPM-ന്റെ മുൻ MLA, CPM സംസ്ഥാന കമ്മിറ്റിയിലെ മുൻ അംഗം, അതിനുശേഷം ഈ ശബരിമല വനിതാ പ്രവേശവുമായി ബന്ധപ്പെട്ടെടുത്ത ചില വിരുദ്ധ നിലപാടുകൾ, വ്യത്യസ്ത നിലപാടുകൾ, അവിടെ പിണറായി വിജയനുമായി ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത നേതാവ് എന്നുള്ളത് ആ വിഷയത്തിലെടുത്ത വിരുദ്ധ നിലപാടിൽ ചില അകൽച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ഉണ്ടോ അദ്ദേഹം, അതോ വെറും ഒരു പാർട്ടി പ്രവർത്തകരായിട്ടാണോ നിലവിൽ പത്മകുമാർ ഉള്ളത്? സ്മൃതി, നിലവിൽ എ പത്മകുമാർ പത്തനംതിട്ട CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നതിലുപരി പിണറായി വിജയനോടൊക്കെ വലിയ അടുപ്പം പുലർത്തുന്ന അവരുടെ എല്ലാം വിശ്വസ്തനായ നേതാവ് കൂടിയായിരുന്നു എ പത്മകുമാർ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിലവിൽ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ചെയ്യൽ ഒരു വലിയ പ്രതിസന്ധി അത് CPIM-ന് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് ഭരണസമിതിയും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കാലാവധി കൃത്യമായി പറഞ്ഞാൽ 2017 നവംബർ മാസം 15 മുതൽ 2019 നവംബർ മാസം 15 വരെയുള്ള 2 മാസ കാലയളവ്, ആ കാലയളവ് ഏറെ നിർണായകമായിരുന്നു. ആ കാലയളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്ഥാപിക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആ കാലയളവിലാണ് അവിടുത്തെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആ കാലയളവിലാണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആ കാലയളവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ള നടന്നിരുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന, ഇന്ന് കസ്റ്റഡിയിൽ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന എൻ വാസു. 2018 ഫെബ്രുവരി മുതൽ 19
മാർച്ച് മാസം 14 വരെ അവിടെ ദേവസ്വത്തിന്റെ കമ്മീഷണറായിരുന്നു. ഇന്ന് ഒരു ദിവസത്തേക്ക് എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്തത് പോലും ഒരുപക്ഷെ പത്മകുമാറുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് എന്ന് വേണം കരുതാൻ. സ്മൃതി, മറ്റൊരു കാര്യമുള്ളത്, ഈ ദിവസങ്ങളത്രയും എ പത്മകുമാർ ഇത് നിഷേധിക്കുകയായിരുന്നു. 3 തവണ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെന്ന വാർത്ത ഞങ്ങൾ തുടർച്ചയായി കൊടുക്കുമ്പോഴും മാനനഷ്ട കേസ് കൊടുക്കും എന്നായിരുന്നു എ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു നോട്ടീസും തനിക്ക് കിട്ടിയില്ല എന്നാണ് എ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് പറയുമ്പോഴും നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ നേരത്തെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എ പത്മകുമാർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 തവണയുള്ള നോട്ടീസ് കൊടുക്കലിന് ശേഷം ഹാജരായില്ലെങ്കിൽ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കും എന്ന അന്ത്യശാസനത്തിന് പിന്നാലെയാണ് CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് SIT-യുടെ ചോദ്യമുനയിലേക്ക് നീങ്ങുന്നത്. ആ കാലയളവിൽ നടന്ന സ്വർണ്ണക്കൊള്ള സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ, കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദേവസ്വത്തിന്റെ സ്വത്ത്, ശബരിമലയുടെ സ്വത്ത്, അയ്യപ്പന്റെ സ്വത്ത് അത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കൂട്ടുനിന്ന ഭരണസമിതിയായി ആ കാലയളവിലെ ഭരണസമിതി മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രസിഡന്റിന് ഇനി എന്താണ് പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ പറയാനുള്ളത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു SIT എന്നുള്ളതാണ്. അതിലും മുകളിലേക്ക് ഇനി പോകാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് അറിയാനാകും. നിർണായകമായ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, SIT-യുടെ ചോദ്യം ചെയ്യൽ, പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ്. എവിടെ വെച്ചാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്? എത്ര നേരമായി ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്? സ്മൃതി, രാവിലെ മുതൽക്ക് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു 10 മണിക്ക് ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്ന, അതായത് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ADGP H വെങ്കടേഷ്, അതുപോലെ തന്നെ SP ശശിധരൻ, SP ബിജോയ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ചോദ്യം ചെയ്യലിൽ പങ്കാളികളാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, ഇന്ന് വൈകുന്നേരം 4 മണി വരെ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസുവിനെ കസ്റ്റഡിയിൽ വിടുകയും പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയും ഉണ്ടാവുക, അത് ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് കൂടിയാണ് അത് നീങ്ങുന്നത്. കാരണം വാസുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഇതുവരെ ഇങ്ങനെയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല വാസുവിനെയും കസ്റ്റഡിയിലെടുത്ത് ഇതുവരെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 4 മണി വരെ ലഭിച്ച സമയം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം വാസു നേരത്തെ പത്മകുമാറിനെതിരെ കൃത്യമായ മൊഴി നൽകിയിരുന്നു. ആ മൊഴി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി തന്നെയാണ് താൻ സ്വർണ്ണപ്പാളികളെ ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് വാസുവിന്റെ മൊഴി ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുള്ളത്, ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, അതായത് 2019-ൽ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ അന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീകുമാറിനെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടക്കം ക്രോസ് ചെക്ക് ചെയ്യുക, അതിലെ ആ കാര്യങ്ങൾ പത്മകുമാറിനോട് ചോദിച്ചറിയുക എന്നൊക്കെയുള്ളതാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അതായത് ക്രൈംബ്രാഞ്ച് ഓഫീസ് ഒഴിവാക്കിക്കൊണ്ട്, ADGP-യുടെ ക്യാമ്പ് ഓഫീസ് ഒഴിവാക്കിക്കൊണ്ട്, പോലീസ് ക്ലബ്ബ് ഒഴിവാക്കിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്ത് തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്.